അഭിരുചി രൂപപ്പെടുന്നത് കുട്ടിക്കാലത്താണല്ലോ. അപ്പോൾ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, കുട്ടിക്കാലത്തെ കൂട്ടുകാർ, കുട്ടിക്കാലത്തെ വായനയുടെ അന്തരീക്ഷം, ഇതൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഗ്രാമം വളരെ ശരിക്കുള്ള അർത്ഥത്തിലൊരു കുഗ്രാമം തന്നെയായിരുന്നു. അടുത്ത ഹൈസ്കൂൾ വളരെ അകലെയാണ്, ബസ് സ്റ്റോപ്പ് അകലെയാണ്, റെയിൽവേ സ്റ്റേഷൻ അകലെയാണ്. വളരെ അവികസിതം എന്നും പറയാവുന്ന ഗ്രാമമാണ്. അപ്പോൾ ചുറ്റുവട്ടത്ത് കുറച്ച് കുട്ടികളൊക്കെ എൻ്റെ പ്രായക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് താല്പര്യം ഈ മാസികകൾ, പുസ്തകങ്ങൾ, ഇതിലൊക്കെ ആയിരുന്നു. അത് കിട്ടാനുള്ളൊരു സൗകര്യമൊന്നുമില്ല. അതൊക്കെ പിന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർക്ക് ഇതിലൊക്കെ ഒരു താല്പര്യമുള്ളത് കൊണ്ട് അവരെവിടുന്നെങ്കിലുമൊക്കെ ചില മാസികകളും അപൂർവമായിട്ട് ചില പുസ്തകങ്ങളും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അവർ വായനയിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരുന്നു. പതുക്കെ ആ ലോകത്തിലേക്ക് കിടക്കാൻ എനിക്കൊരു പ്രേരണ തോന്നി. വേറൊരു കാര്യം കൂടി ഉള്ളത്, ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഞാൻ വളരെ ആരോഗ്യം കുറഞ്ഞിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. കാരണം എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് അസുഖവും ഒക്കെ വന്നിട്ട്, അപ്പോൾ അത് കാരണം ആരോഗ്യം വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ പുറത്തങ്ങനെ മറ്റുള്ള കുട്ടികൾക്ക് താല്പര്യമുള്ള കളികളിലോ വിനോദങ്ങളിലോ ഒന്നും ഞാൻ പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഒരു താല്പര്യമുണ്ടായിരുന്നൊരു ഇത്. പതുക്കെ ഇവർ കൊണ്ടുവരുന്ന മാസികകളൊക്കെ മറിച്ച് നോക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതിനോടൊരു പ്രത്യേക ആഭിമുഖ്യം. വായനയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചു. പതുക്കെ ഇവരൊക്കെ വായിക്കുന്നത് കണ്ട് ഞാനും കുറേശ്ശായിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ അതിലേക്ക് പതുക്കെ കടന്നു വന്നു. മാത്രമല്ല, എൻ്റെ ഒക്കെയിലും മൂത്ത ജ്യേഷ്ഠൻ, ഞങ്ങൾ 4 സഹോദരന്മാർ. അദ്ദേഹം BA ഒക്കെ കഴിഞ്ഞ്, ഞങ്ങൾ തമ്മിലൊരു 15-16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. BA ഒക്കെ കഴിഞ്ഞ് വന്ന് നാട്ടിലിരിക്കുന്ന കാലത്ത് ഈ കുറേശ്ശൊക്കെ ചില ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. അതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയത്, ഒരിക്കൽ അവിടെ വരുന്ന ഈ ഒരു പഴയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അവിടെ വന്നിരുന്നു. അത് മാത്രം അവിടെ തപ്പാലിൽ വന്നിരുന്നു. അത് മറിച്ച് നോക്കിയപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് അതിൽ അച്ചടിച്ചുണ്ട്. അദ്ദേഹം ഈ അയർലൻഡിലെ ദേശീയ നേതാവ് ഡിവാലറെ പറ്റിയിട്ട് ഒരു ലേഖനം എഴുതി. എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് അതിൻ്റെ താഴെ അച്ചടിച്ചുണ്ട്. അപ്പോൾ ഈ അച്ചടിച്ച വാക്കുകളോട്, അച്ചടിച്ചു വരുന്ന സാധനങ്ങളോടൊക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ആ കാലത്ത് നാട്ടിൻപുറത്ത് വായനശാലകളൊക്കെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു? ഇല്ല, എൻ്റെ ഗ്രാമത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ പിന്നീട് ഹൈസ്കൂളിൽ പോകാൻ തുടങ്ങിയ കുമരനെല്ലൂർ പോലും ഒരു വായനശാല ഉണ്ടായിരുന്നു. കുമരനെല്ലൂർ വായനശാല ഉണ്ടായിത്തീർന്ന് വളരെ കഴിഞ്ഞിട്ട്. അന്ന് പിന്നെ പുസ്തകങ്ങളുള്ള ചില വീടുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കുമരനെല്ലൂരിൽ അക്കിത്തത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ അവിടെ പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുക്കൽ പതിവായിരുന്നു. ഞാനും കുറേ കഴിഞ്ഞപ്പോൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടിൽ പോയിട്ട് പുസ്തകങ്ങളൊക്കെ എടുത്തിരുന്നു. ഇന്നത്തെ മാതിരിത്തെ വായനശാലകളോ ഗ്രന്ഥാലയങ്ങളോ ഒന്നും ആ പരിസര പ്രദേശത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് സ്കൂൾ ലൈബ്രറികളിൽ നിന്നൊക്കെ ഈ പുസ്തകം എടുത്തു കൊടുക്കുന്നതിന് ആളുകൾക്ക്, മാസ്റ്റർമാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ വായനയിൽ താല്പര്യമുള്ള കുട്ടികൾ വൈകുന്നേരങ്ങളിൽ മാഷന്മാരെ കൂടെ എന്നിട്ടൊരു പുസ്തകം വേണമെന്നൊക്കെ പറഞ്ഞാൽ ഇന്നില്ല, അടുത്ത ആഴ്ച ആവട്ടെ, ഇപ്പോൾ സമയമില്ല. പക്ഷേ അവിടെ എന്നെ പഠിപ്പിച്ച മാഷായിരുന്നില്ല. അതല്ലാത്ത ഒരു SP നമ്പീശൻ എന്നിട്ടൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതിലൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ ഹൈസ്കൂളിൽ ആദ്യമായിട്ട് ഒരു കയ്യെഴുത്ത് മാസിക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചത്. അങ്ങനെ ചില മാഷന്മാരുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ചില അധ്യാപകന്മാരെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മരിച്ചുപോയി ഒരു വാസുണ്ണി എം പി പറഞ്ഞിട്ടൊരു മാഷുണ്ടായിരുന്നു. ഞങ്ങൾ കൂടല്ലൂർ ഈ ഗ്രാമത്തിൽ നിന്ന് കുമരനെല്ലൂർ വരെ നടക്കും, ഒരു 6-7 നാഴികയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 1-1.5 നാഴിക നടന്നാൽ ഇദ്ദേഹത്തിൻ്റെ പരിസരത്തിലെത്തി. അവിടുന്നും കുറേ കുട്ടികളുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് നടന്നു പോകുന്നത്.
അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാഷില്ലാത്ത സമയത്ത് പകരം വന്നിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കുന്നതിന് ഓരോരു കഥ പറയാൻ തുടങ്ങി. നമുക്ക് വലിയ താല്പര്യമായി. പിന്നീട് പലപ്പോഴും ഞങ്ങൾ ഈ മാഷയുടെ കൂടെ തിരിച്ചു പോരുമ്പോൾ മാഷ് കഥ ആരംഭിക്കും. അങ്ങനെ എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട് ഈ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ ഇതിൻ്റെ കഥ. അത് അനേക ദിവസങ്ങളായിട്ടാണ് അദ്ദേഹം ഈ യാത്രയിൽ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തീർത്തത്. അത് കഴിഞ്ഞിട്ട് ത്രീ മസ്കറ്റേഴ്സിൻ്റെ കഥ, അതും കുറേ ദിവസങ്ങളെടുത്തിട്ടാണ് തീർത്തത്. അപ്പോൾ ഈ കഥയുടെ ലോകം, ഈ ഭാവനയുടെ ഒരു ലോകമുണ്ടല്ലോ, അതിലേക്കൊക്കെ കടക്കാൻ ഈ മാതിരി അധ്യാപകന്മാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് വായിക്കാൻ കിട്ടിയ പുസ്തകങ്ങൾ പ്രധാനമായി ഏത് തരത്തിൽപ്പെട്ടവയായിരുന്നു? അന്ന് ഫിക്ഷൻ, ഇപ്പോൾ നോവല്, കഥ. എനിക്കന്ന് കൂടുതൽ വായിക്കാൻ താല്പര്യമുണ്ടായിരുന്ന കവിതയായിരുന്നു. അന്ന് വായനയിലൂടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട എഴുത്തുകാർ അന്ന് ഇവരോട് എല്ലാവരോടും ഭയങ്കര ആരാധനയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 10-12 വയസ്സായപ്പോഴേക്ക് ഈ എൻ്റെ ജ്യേഷ്ഠന്മാരും വായിക്കും, ഇവർ പറഞ്ഞു തരുന്ന വിവരങ്ങൾ. പൊറ്റക്കാട്ടിൻ്റെ കഥകൾ അന്ന് ആഴ്ചപ്പതിപ്പിൽ വരുന്നു എന്ന് കേട്ടിട്ട് ആളുകൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ജ്യേഷ്ഠത്തമ്മയൊക്കെ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ 2 ലക്കത്തിലായിട്ടാണ് കഥ അവസാനിക്കുക, ബാക്കി അടുത്ത ലക്കത്തിൽ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇവരുടെയൊക്കെ കഥകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പൊറ്റക്കാട്ട്, തകഴി, ബഷീർ, ഉറൂബ്, ദേവ്, കാരൂർ, ലളിതാംബിക അന്തർജനം, വെട്ടൂർ രാമൻ നായർ തുടങ്ങിയ ആളുകളുടെയൊക്കെ കഥാസമാഹാരങ്ങളായിട്ട് ആ കാലത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരായിട്ടും ഒരു മാനസികമായ ഒരു ബന്ധം ഉണ്ട്. മറുവശത്ത് ജിയുടെ കവിതകൾ, ചങ്ങമ്പുഴയുടെ കവിതകൾ, ആ കാലത്ത് അങ്ങനത്തെ ഈ കവിതകൾ, വൈലോപ്പിള്ളിയൊക്കെ ഞാനായിട്ട് എനിക്കൊരു പ്രത്യേക ഒരു താല്പര്യമുണ്ടെന്ന്, എന്തോ ഒരു തരം അവകാശമുണ്ടെന്ന് പോലും തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ വായനയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു ലോകത്തിലേക്ക് ഒരു താല്പര്യമുണ്ടായി. ഒരു എഴുതാം എന്ന് തോന്നിയത് ആദ്യം ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠന് ഇരുന്നിട്ട് പലതും എഴുതുന്നത് കണ്ടിട്ടുണ്ട്. ഒക്കെയും മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞില്ലേ, 1-2 ലേഖനങ്ങളൊക്കെ എഴുതി ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ്. പിന്നെ ആ ജ്യേഷ്ഠൻ്റെ പേര് അച്ചടിച്ചു വന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ എഴുതണം എന്നൊരു തോന്നൽ. അപ്പോൾ ഈ വായനയിലൂടെ ഉണ്ടായ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ സാഹിത്യത്തിനോടുള്ള ഒരു പരമമായ ആരാധന. സാഹിത്യം എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു പുസ്തകം കിട്ടുന്നത് പോലെ വലിയൊരു കാര്യമല്ല. ഒരു മാസികയുടെ ഒരു വിശേഷാപ്രതി, അന്ന് പ്രസന്ന കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലത്തിലൊരിക്കൽ ഒരു വിശേഷാപ്രതിയൊക്കെ വന്നിരുന്നു. ഈ വിശേഷാപ്രതികളിലൊക്കെ ഈ എഴുത്തുകാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ അച്ചടിച്ചു വരും, കഥകളുടെയും കവിതകളുടെയൊക്കെ വരും. അതൊക്കെ ഒരു നിധി കിട്ടുന്നത് പോലെയായിരുന്നു. ആ ചിത്രങ്ങൾ പഴുതാകുമ്പോൾ നമ്മൾ ആ ചിത്രങ്ങളൊക്കെ വെട്ടി കണ്ണാടിയിൽ ഒക്കെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ വയ്ക്കുക എന്നില്ല, അതിനോടൊരു പരമമായ ആരാധന തോന്നിയിരുന്നു. അങ്ങനെയാണ് കുറേശ്ശെയായിട്ട് എഴുത്തിലേക്ക് കിടക്കണം തോന്നി. ഇന്നത് എഴുതുക എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണയൊന്നുമില്ല. പലതും എഴുതി നോക്കി. ആദ്യം സ്വാഭാവികമായിട്ട് പലരുടെ അനുഭവം പോലെ തന്നെ കവിത എഴുതാനാണ്. ഇപ്പോൾ സ്ഥിരം വിഷയങ്ങളുണ്ടല്ലോ, പ്രഭാതത്തെപ്പറ്റി, നക്ഷത്രത്തെപ്പറ്റി, അങ്ങനത്തെയൊക്കെ കവിതകൾ എഴുതാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ ആരെയും കാണിക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും അവിടെയായിട്ട്. ഏത് സമയത്തും ഇപ്പോൾ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ചിന്ത മുഴുവൻ തുമ്പിലാണ്, വായന അല്ലെങ്കിൽ എഴുത്ത്. ഒരു ആദ്യമായിട്ടൊരു രചന പ്രസിദ്ധീകരിച്ച അന്ന് പലതും എഴുതിയിരുന്നെങ്കിലും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പലതിനൊക്കെ അയച്ചിരുന്നു, പക്ഷെ ഒന്നും അച്ചടിച്ചൊന്നും വന്നില്ല. അത് ഞാൻ എന്തോ ഒരു കഥയൊക്കെ എഴുതി കോട്ടയത്തെ ഒരു വീക്ക്ലിയുടെ അഡ്രസ്സ് അറിയുന്നുണ്ട്, അതിനയച്ചു. അച്ചടിച്ച് വന്നതൊന്നുമില്ല. കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അത് ഉന്തുവണ്ടി എന്ന് പറഞ്ഞിട്ടൊരു കഥ. ഈ 2 കാലിനും സ്വാധീനമില്ലാത്ത ഒരാളെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് ഒരാൾ യാചിച്ച് നടക്കുന്നതിൻ്റെ ഇതാണ്. ഒരു ചിത്രം കണ്ടപ്പോൾ എനിക്കന്ന് ഈ അതിലിരിക്കുന്ന ആ മനുഷ്യനോട് തോന്നുന്ന സഹതാപത്തെക്കാളധികം ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ
അയാളെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഈ പൈസ ശേഖരിച്ച് നടക്കുന്ന മറ്റേ അയാളുടെ ഒരു മാനേജറെ പോലത്തെ ആളുണ്ടല്ലോ, അയാളോട് തോന്നിയ ഒരു രോഷമായിരുന്നു അന്ന് കൂടുതലായിട്ട് എന്നെ രചന കിട്ടി. പക്ഷെ അതൊന്നും അച്ചടിച്ച് വന്നില്ല. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന കാലത്ത് ഇങ്ങനെ പലതും കവിത എഴുതി, കഥ എഴുതി, ലേഖനം എഴുതി. അങ്ങനെ എന്തൊക്കെയോ ചില സാധനങ്ങളൊക്കെ വായിച്ചിരുന്ന ഒരു ലേഖനം, പുരാതന ഇന്ത്യയിലെ വൈരവ്യവസായം. അതിന് കുറേ മെറ്റീരിയലൊക്കെ ഇവിടെ നിന്നൊക്കെ കണ്ടു. അത് വെച്ചുകൊണ്ട് ഒരു ചെറിയ ലേഖനം എഴുതി ഉണ്ടാക്കി. അന്ന് ഗുരുവായൂരിൽ നിന്ന് ഒരു പത്രം ഉണ്ടായിരുന്നു, കേരളക്ഷേമം എന്നിട്ടൊരു ഒരു പ്രതിപക്ഷ പത്രം, പാക്ഷികം, 2 ആഴ്ച കൂടുമ്പോൾ ദൈവാരിക. CG നായർ എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു എൻ്റെ എഡിറ്റർ. അത് വീട്ടിൽ വന്നിരുന്നു, ഫ്രീ വന്നതാണ്. എൻ്റെ ജ്യേഷ്ഠനായിട്ട് എങ്ങനെയോ അദ്ദേഹം പരിചയമുള്ളതിൻ്റെ പേരിൽ വീട്ടിൽ വന്നത്. അപ്പോൾ അതിനയക്കാൻ കാരണം അതിൻ്റെ അഡ്രസ്സ് അറിയാം. അഡ്രസ്സ് അറിയുന്നതിനല്ലേ ഇത് അയക്കാൻ പറ്റും. അതിൽ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് വന്നപ്പോൾ ഇതിൽ അച്ചടിച്ച് ഈ ലേഖനം വന്നു. ഇവർ അച്ചടിച്ച് ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരു ലേഖനമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് ചിത്രകേരളം എന്ന് പറഞ്ഞിട്ടൊരു മാസിക തുടങ്ങുന്നു. അത് താവി പരമേശ്വരയ്യർ എന്ന ഒരാൾ എഡിറ്റർ. വളരെ വലിയ അതിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടാഗോറിൻ്റെ ഗാർഡനറിലത്തെ ഒരു കവിത വിവർത്തനം ചെയ്തത്, ഒരു ചെറുകഥ, പിന്നെ ഒരു ലേഖനം, ഇതൊക്കെ പല പേരുകളിലായിട്ട് അയച്ചു. പിന്നെ ഒരു 2 മാസം അതെന്താ വെച്ചാൽ അന്നത്തെ രസം. അന്നിപ്പോൾ കഥ എഴുതിയപ്പോൾ അന്നിപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള, കാരൂർ നീലകണ്ഠപിള്ള, വെട്ടൂർ രാമൻ നായർ ഒക്കെ ഓരോരുത്തരുടെ നാടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നയച്ചത് കൂടല്ലൂർ വാസുദേവൻ നായർ ഒന്നയച്ചു. പിന്നെ ഒന്നയച്ചത് SK പൊറ്റേക്കാട്ട് എന്നുള്ള പേരിൻ്റെയൊക്കെ മാതിരി ഞങ്ങളുടെ വീട്ടുപേര് തെക്കേപ്പാട്ട് എന്നാണ്. അപ്പോൾ VN തെക്കേപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അങ്ങനെ അയച്ചു. പിന്നെ ഒന്ന് എൻ്റെ ശരിക്കുള്ള MT വാസുദേവൻ നായർ. ഈ നായർ എന്ന് ചേർത്തെഴുതുന്ന എൻ്റെ ഈ കോളേജ് ബുക്കിലും SLC ബുക്കിലും ഒക്കെ വാസുദേവൻ തന്നെയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അയക്കുമ്പോൾ, പത്രാഫീസിലേക്കൊക്കെ അയക്കുമ്പോൾ, ഇത് അയക്കുന്നതൊരു വലിയ ആളാണെന്ന് തോന്നിക്കോട്ടെ, ഒരു കുട്ടിയാണെന്ന് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ നായർ എന്ന് ചേർത്തിട്ട് അയച്ചിരുന്നത്. അത് പിന്നെ ഒരു ട്രേഡ് മാർക്ക് പോലെ വന്നു. ഈ മാസികയിൽ 3 അടിച്ചു വന്നു ഒരേ ലക്കത്തിൽ. അതിൽ എൻ്റെ ജ്യേഷ്ഠൻ ചിത്രം വരച്ചിരുന്നു, സ്കെച്ച്. 2ാമത്തെ ജ്യേഷ്ഠൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ 1-2 ചിത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് ഈ എഴുത്തിൻ്റെയൊക്കെ. അപ്പം അന്ന് നമ്മൾ ഒരു തരം പരീക്ഷണമാണ്. എന്താ എഴുതേണ്ടത് കൃത്യമായിട്ട് അറിയില്ല. ഓരോന്ന് എഴുതി നോക്കുന്നു, കവിത എഴുതി നോക്കുന്നു, കഥ എഴുതി നോക്കുന്നു, ലേഖനം എഴുതി നോക്കുന്നു. കുറേ കൂടി കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാതെ തന്നെ കഥയാണ് കുറേ കൂടി വഴങ്ങുന്ന ഒരു മീഡിയം എന്ന് അറിയാതെ തന്നെ എന്ന് വെച്ചാൽ നമുക്കൊരുള്ളിൽ നിന്നൊരു ബോധം ഉണ്ടാകുന്നു. ഇതിലാണ് കുറച്ചുകൂടി എനിക്ക് വശം എന്നുള്ളൊരു തോന്നലുണ്ടാകും. അതായത് എഴുത്തിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നൊരാഗ്രഹം അതുണ്ടായിരുന്നു. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നു എന്ന് വിചാരിക്കുക, നിനക്ക് എന്തായിത്തീരണം, ഡോക്ടറാവണോ, എൻജിനീയർ ആവണോ? ഇപ്പം എൻ്റെ വീട്ടുകാർക്കൊക്കെ ആദ്യത്തിൽ ഞാൻ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരുപാട് മാർക്കൊക്കെ വാങ്ങുന്ന ആളാണ്, ഡോക്ടറാക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നോട് ആരെങ്കിലും അന്ന് സ്വകാര്യമായി ചോദിച്ചിരുന്നു, എനിക്കെന്തായിത്തീരണം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുക എഴുത്തുകാരനാവണം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്ന് ഈ കഥകൾ എഴുതുക എന്ന് പറയുന്നത് വീട്ടിൽ അതിനുള്ള പ്രതികരണം എന്തായിരുന്നു? ഒരു വായനയിലും എഴുത്തിലും തന്നെ ശ്രദ്ധിക്കുന്നു. വീട്ടിലെന്ന് പറഞ്ഞാൽ അന്ന് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് ഞങ്ങളെന്താ ചെയ്യുന്നതിനെപ്പറ്റി കൃത്യമായ ഇതൊന്നുമില്ല. പിന്നെ മുതിർന്ന 2 ജ്യേഷ്ഠന്മാർ 2 സ്ഥലത്തായിരുന്നു. നേരെ മൂത്ത ജ്യേഷ്ഠൻ MT നാരായണൻ നായർ, അദ്ദേഹം അന്ന് കവിതയും കഥയും ഒക്കെ എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ ആരുടെയും ഒരു ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പ്രശ്നമില്ല. ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ രീതിയിൽ ഇരുന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു.
കുറേ കൂടി മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ എഴുത്ത് ഇതിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. എവിടെയെങ്കിലും വല്ല സാഹിത്യ സമ്മേളനം ഉണ്ടെങ്കിൽ അതിന് പോകുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്താണ് അച്ഛനൊക്കെ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത്. അതിനൊരു നല്ല പ്രതികരണമൊന്നും ആയിരുന്നില്ല. അന്ന് അച്ഛനധികം ഉണ്ടായിരുന്നില്ല, വിദേശത്തൊക്കെ ആയിരുന്നു. എങ്കിലും മലപ്പുറം വരുമ്പോൾ ഇവിടുന്ന് അന്വേഷിക്കുമ്പോഴൊക്കെ ഇത് വളരെ നല്ലൊരു പ്രതികരണം ആയിരുന്നില്ല. അമ്മയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അന്ന് എന്താണ് ഞങ്ങൾ ചെയ്തിരുന്നതെന്ന് അറിയില്ല. അമ്മ ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും അതിൻ്റെ മധ്യത്തിൽ നടക്കുന്നു. മാത്രമല്ല, ഞാൻ കോളേജിലെ ഫൈനൽ ഇയർ എത്തിയ സമയത്താണ് അമ്മ സുഖമായിട്ട് മദ്രാസിലേക്ക് പോകുന്നതും ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്ന് അമ്മ മരിക്കുന്നത്. ഈ ആദ്യത്തെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ പിന്നിലുള്ള കഥയാണ്. അത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്താണ്, ഫൈനൽ ഇയർ. അന്ന് കൗമുദിയിലും ജയകേരളത്തിലൊക്കെ വന്ന എൻ്റെ കുറേ കഥകൾ വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ കഥകളെല്ലാം അന്ന് കുറച്ചൊരു 6-7 കഥകൾ എടുത്തിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന, അന്ന് കോളേജ് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പക്ഷെ എന്നാലും കോളേജായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന MG ഉണ്ണി ഇപ്പോഴുണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ വളരെ മുമ്പ് എൻ്റെ ആദ്യത്തെ പ്രസാധകൻ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെപ്പറ്റി ഒരു ചെറിയ ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നിലൊരു താല്പര്യം, ഞാനന്ന് കോളേജിലെ മലയാളം അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ കഥകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞ് ഈ ഉണ്ണിയാണ് അതിന് ഒരു ഉത്സാഹം, അതിന് ശ്രമം നടത്തിയത്. അത് അവിടെ തന്നെ നടന്ന് ഈ കോളേജ് ഹോസ്റ്റലിലും കോളേജ് കുട്ടികളുടെ ഇടയിലും ഒക്കെ ഈ പുസ്തകം വിറ്റത് നമ്മുടെ ചില സുഹൃത്തുക്കളാണ്. രക്തം പുരണ്ട മൺതരികൾ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവസാനം അടിയിടിയും കൊണ്ട് ക്ഷയം ബാധിച്ചിട്ടുള്ള അവസാന നാടുകളിലെത്തുന്ന ഒരാളെ പറ്റിയിട്ടാണ്. അത് കെ ബാലകൃഷ്ണൻ്റെ കൗമുദിയിലാണ് ആ കഥ പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ തരക്കേടില്ലാത്ത ചില അഭിപ്രായങ്ങളൊക്കെ അന്ന് ചില മാസികകളിലും പത്രങ്ങളിലൊക്കെ അതിനെപ്പറ്റി വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വിപ്ലവകാരിയുടെ ജീവിതത്തെക്കുറിച്ചൊരു കഥ അന്ന് എഴുതാൻ എന്തായിരുന്നു അന്നത്തെ പ്രചോദനം? അത് ആ കാലത്ത് ഞാൻ ഈ കുമരനെല്ലൂർ ഒക്കെ പോകുമ്പോൾ, ഞാൻ പഠിച്ച ഹൈസ്കൂൾ പാക്കിത്തത്തിൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുടുംബമുണ്ട്. അവിടെ KP മാധവമേനോൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകനും ഒരു ബുദ്ധിജീവിയായിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഈ വാർ ആൻഡ് പീസ് തുടങ്ങിയിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ അവിടുന്ന് ആണ് വായിക്കാനെടുത്തിരുന്നത്. ജ്യേഷ്ഠന് വേണ്ടി കുട്ടിക്കാലത്ത് ഈ പുസ്തകങ്ങൾ കൊണ്ടുവരാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇദ്ദേഹം ക്ഷയരോഗബാധിതനായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ശാന്തപ്രകൃതിയായിട്ടുള്ള ആൾ. അദ്ദേഹം ഇടയ്ക്ക് ഈ വലിയ വലിയ പുസ്തകങ്ങൾ മൂത്ത ജ്യേഷ്ഠന് കൊണ്ടുപോകുന്ന സമയത്ത് ചില പുസ്തകം എടുത്തിട്ട് ഇത് നിനക്കും വായിച്ചാൽ മനസ്സിലാകും, നീയും വായിക്കണം എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം ഒരു ചാരുകസേലയിൽ ഇങ്ങനെ കിടന്ന് ഈ തന്നെ അവശത പുറത്ത് കാണിക്കാതെ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് അവിടെ പല ആളിലും പറഞ്ഞിട്ടുണ്ട്. വളരെ ആദർശശാലിയായിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഈ പാർട്ടി പ്രവർത്തനം ഒക്കെ ആയിട്ട് പോലീസിൻ്റെ മർദ്ദനം കൊണ്ടാണ് ഈ നിലയിൽ എത്തിച്ചേർന്നത്. ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ അബോധതലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു കഥ എഴുതാൻ അന്ന് എനിക്ക് തോന്നിയിരിക്കുക. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന രചനകൾ ഇന്ന് വ്യത്യസ്തമായിട്ട്, അതായത് തകഴിയുടെയോ ദേവിൻ്റെയോ ബഷീറിൻ്റെയോ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഥാപാത്രങ്ങളുടെ ആന്തരിക വ്യാപാരങ്ങളിലേക്ക്, വൈകാരിക അംശത്തിലേക്ക് കൂടുതൽ, വൈകാരിക ലോകത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു രചനാരീതിയാണ്, സമീപനമാണ് MTയുടെ കൃതികളിലുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു രചനാരീതി അതുവരെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് വേണം എന്ന് തോന്നിയത് എങ്ങനെയാണ്? അങ്ങനെ ഒരു രചനാരീതിയിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇത് വളരെ ബോധപൂർവം ചെയ്തൊരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെയ്ത് അതിലേക്ക് എത്തിച്ചേർന്നതാണ്. പിന്നെ എനിക്ക് തോന്നിയത്, ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെപ്പറ്റി പറയുമ്പോൾ അയാൾ ദുഃഖിക്കുന്നു, അയാൾ തീവ്രമായി ദുഃഖിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ആ ദുഃഖം അയാളുടെ ഉള്ളിലേക്ക് കടന്നിട്ട്
നമ്മളൊന്ന് കാണാൻ ശ്രമിച്ചാൽ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഈ നമ്മൾ മനുഷ്യനെ ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ആന്തര വ്യാപാരങ്ങൾ മനസ്സിലാക്കണം. അയാളുടെ മനസ്സിനകത്തേക്ക് കടന്നാൽ കുറേ കൂടി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പുറമേ നിന്ന് നമ്മൾ കാണുന്ന ചിരിക്കുന്ന ഒരാൾ, കരയുന്നു, രോഷം കൊള്ളുന്നു, എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് കുറേയെങ്കിലും നമുക്കതിന് എന്തുകൊണ്ട് എന്നുള്ളതിനൊരു ഉത്തരം കിട്ടുന്നത് നമ്മൾ അയാളുടെ ഉള്ളറയിലേക്കൊന്ന് നോക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെ ഈ ഇവരുടെ മാനസിക വ്യാപാരങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ നടക്കുന്നത് എന്തെന്ന് അപഗ്രഥിക്കാനുള്ളൊരു ശ്രമം നടത്തണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ക്രമത്തിൽ അങ്ങനെ ഒരു ഇൻറ്റീരിയർ മൊണോലോഗെന്നോ ഒക്കെ പറയാകുന്ന മൈൻഡ്സ്കേപ്പ് എന്ന് പറയുള്ളൂ, ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞുള്ളൂ, മൈൻഡ്സ്കേപ്പ്, അതിലേക്ക് ഞാൻ ക്രമത്തിലെത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇതൊന്ന് വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ട് ചെയ്യണം എന്ന് വെച്ചിട്ടൊരു ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമൊന്നുമല്ല. പതുക്കെ പതുക്കെ ഇപ്പം എനിക്കറിയുന്ന കഥാപാത്രങ്ങൾ, എനിക്ക് അറിയുന്ന ചില ജീവിത സാഹചര്യങ്ങൾ, ജീവിത സന്ധികൾ, ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഇത് കാണാൻ ശ്രമിച്ചാൽ കുറേ കൂടി നന്നായിരിക്കും എന്നൊരു തോന്നൽ അബോധമായിട്ട് എന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മറ്റൊരു രചനാരീതിയിലേക്ക് പതുക്കെ പതുക്കെ കടന്നു ചെന്നത്. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ കേവലം ഭാവന സൃഷ്ടങ്ങളാണെങ്കിൽ ഇങ്ങനെയൊരു ആ മനസ്സിനകത്തേക്ക് ഇറങ്ങൽ സാധ്യമാവും തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള കഥാപാത്രങ്ങൾ, മനുഷ്യരെ കഥാപാത്രങ്ങളാക്കുമ്പോഴാണ് ഇങ്ങനെയൊന്നും സാധ്യമാവുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തം ഗ്രാമത്തിലെ മനുഷ്യർ തന്നെയായി ആണോ ഈ കഥാപാത്രം? എല്ലാം എന്നൊന്നും പറഞ്ഞുവിടാം. കാരണം ഇപ്പോൾ ഒരു പരിപൂർണമായിട്ട് ഭാവനയിൽ സൃഷ്ടിച്ചൊരു കഥാപാത്രത്തിൻ്റെ മനസ്സിലേക്ക് നമുക്ക് കടന്നില്ല. നമ്മുടെ സൃഷ്ടിയാണ്. നമ്മളയാൾക്ക് മനസ്സിലൊരു ഒരു ഒരാകൃതി, പ്രകൃതി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മളയാളുടെ മനസ്സിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ പല കഥാപാത്രങ്ങളും ഗ്രാമത്തിൽ കണ്ട അതേപടിയുള്ള കഥാപാത്രങ്ങളെ ഞാൻ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല. പലരും അതിന് പ്രേരണയായിട്ട് ഗ്രാമീണ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടക്കം അവിടെ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും. പക്ഷേ ആ കഥാപാത്രം വികസിക്കുന്നത് നമ്മളുടെ ഒരു മാനസിക പ്രക്രിയ, പല ഘട്ടങ്ങളിലുള്ള മനോവ്യാപാരം അല്ലെങ്കിൽ സർഗപ്രക്രിയയുടെ പല ഘട്ടങ്ങളിലൂടെയാണ് നമുക്കതിനൊരു പൂർണ്ണമായ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. തുടക്കം അവിടെ നിന്നായിരിക്കും. ഇപ്പോൾ ഇരുട്ടിൻ്റെ ആത്മാവ്, അതിൽ വേലായുധൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വളരെ സാധാരണമല്ലാത്ത കഥാപാത്രമാണ്, മനോരോഗിയായ കഥാപാത്രം. ഇങ്ങനെയൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ പ്രത്യേകിച്ചൊരു സാഹചര്യം, എനിക്ക് വളരെ മാതൃക എന്താണ്? വളരെ അവ്യക്തമായിട്ടൊരു ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് വേലായുധൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കഥാപാത്രം അടുത്ത വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ആളുണ്ടായിരുന്നു. അയാളൊരു മനോരോഗിയായിരുന്നു. അയാളെ ചങ്ങലക്കിട്ടതായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അയാൾ ചങ്ങലയിൽ കിടക്കുന്ന വേലായുധനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ വളരെ ഇളം പ്രായത്തിലൊരു അവ്യക്തമെങ്കിലും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ഈ പുറമേ നിന്ന് ബഹളം കേൾക്കുന്നു, വേലായുധൻ ചങ്ങല പൊട്ടിച്ചു എന്നുള്ളൊരു ബഹളം കേൾക്കുന്നു. ഒരു സന്ധ്യാസമയം. ആ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിൻ്റെ വടികൾ കയറിയിട്ട് ഈ വേലായുധേട്ടൻ വീട്ടിൻ്റെ മുൻവശത്തേക്ക് വന്നതും എൻ്റെ അമ്മയെ വിളിച്ചത്, മാളുവെടുത്ത് എനിക്ക് ചോറ് വേണം എന്ന് പറഞ്ഞത്. ഞാൻ കുട്ടിയാണ്, വളരെ കുട്ടിയാണ്. പക്ഷെ എനിക്ക് ആ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അമ്മയുടെ ഒരു പരിഭ്രമം എനിക്ക് സങ്കല്പിക്കാൻ പറ്റും. കാരണം ഒരു ഭ്രാന്തൻ എന്ന ആളുകൾ പറഞ്ഞ ഒരാൾ ചങ്ങല പൊട്ടിച്ച് വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരുന്നു. അപ്പോൾ എവിടെ വെച്ച് ചോറ് കൊടുക്കണം, ചോറ് വേണമെന്ന് പറയുന്നു. അമ്മ ഉമ്മറത്തെ ഇലയിട്ടിട്ട് ചോറ് കൊടുക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഇത്രേ എനിക്കുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഞാൻ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ വേലായുധേട്ടനെ പറ്റി, ചങ്ങല പൊട്ടിച്ച് ഓടുന്ന വേലായുധേട്ടൻ എന്നുള്ളൊരു ചിത്രം മനസ്സിലുണ്ടായതുകൊണ്ട് അതിനെപ്പറ്റി സങ്കല്പിച്ച്
അതിന് ബാക്കിയുള്ള അംശങ്ങളൊക്കെ പിന്നെ ഞാൻ ചേർക്കുകയാണ്. അപ്പോഴും എനിക്ക് ഈ വേലായുധൻ്റെ മനസ്സിലൂടെ, വേലായുധം കാണുന്ന ഒരു ലോകം ഉണ്ടായിരിക്കണമല്ലോ. ആളുകൾ ഭ്രാന്തനെന്ന് വിളിക്കുന്നെങ്കിലും വേലായുധൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരിക്കണം. അയാൾക്ക് ചില സ്നേഹങ്ങളുണ്ടായിരിക്കാം. അയാൾക്ക് ഇപ്പോൾ അവിടെ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് ഇതൊരു ജ്യേഷ്ഠത്തിയാണെന്ന് തോന്നാനും, എൻ്റെ അമ്മയോട് സ്വാതന്ത്ര്യത്തോട് മാളെടുത്ത് എനിക്ക് ചോറ് വേണമെന്ന് പറയുമ്പോഴും അയാളുടെ ഒരു ദൈന്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം വേലായുധേട്ടൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കാൻ ശ്രമിച്ച് വേലായുധേട്ടൻ്റെ ഒരു ലോകം, വേലായുധൻ എന്നുള്ള ഒരു ചിത്രം, ഈ ഒരു ചിത്രം മാത്രമേ മനസ്സിലുള്ളൂ. ബാക്കി കഥയിലുള്ള ആ ലോകം നമ്മൾ സൃഷ്ടിച്ചതാണ്. അമ്മുകുട്ടിയോ ആ പരിസരവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് നമ്മൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ഇങ്ങനെ ആണ് സേതുവും ഗോവിന്ദൻകുട്ടിയും ഈ കഥാപാത്രങ്ങളെയല്ല. ഇപ്പോൾ ഗോവിന്ദൻകുട്ടിക്കും ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. ഗോവിന്ദൻകുട്ടി അസ്ത്രവിത്തിലെ ഗോവിന്ദൻകുട്ടിക്ക് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. കുട്ടിയടത്തേക്ക് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. ഓപ്പോളിനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏതോ ഒരു ബിന്ദുവിൽ നിന്ന് ഇത് ആരംഭിക്കുന്നു. അവിടെ ഒരു കഥയുണ്ടെന്ന് നമുക്ക് തോന്നുന്നു, ഇതിലൊരു സംഭവമുണ്ട് എന്ന് തോന്നുന്നു. നമ്മെ സ്പർശിച്ചിട്ടുള്ള, നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെ കണ്ടതാവാം, ഒരു ദൃശ്യമാവാം, ഒരു വാക്കാവാം. ഇപ്പോൾ വേലായുധേട്ടൻ്റെ ചിത്രത്തെക്കാളധികം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കിടക്കുന്നത് മാളുവെടുത്ത് എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ, അതാണ്. അപ്പോൾ ചിലപ്പോൾ അതൊരു ചില വാക്കുകളാവാം, ചിലപ്പോൾ ഒരു ദൃശ്യമാകാം, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ രൂപഘടനയാവാം. എവിടെ നിന്നോ അത് ആരംഭിക്കുന്നു. അതിൻ്റെ പിന്നീടുള്ള പടിപ്പടിയായ വികാസം എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ. ഒരു ക്യാരക്ടറിനെ ഉണ്ടായൊരു സംഭവം അതേപടി ആവിഷ്കരിച്ചാൽ ചിലപ്പോൾ കഥയായിക്കൊള്ളണമെന്നില്ല. കഥ എഴുത്തുകാരൻ്റെ മനസ്സിലൊരു സംസ്കരണം നടക്കുന്നു. അതൊരു ബീജമായിട്ട് നമ്മുടെ മനസ്സിൽ വീഴുന്നു. നമ്മുടെ മനസ്സിൻ്റെ മണ്ണിൽ അതൊരു വിത്തായി വീഴുന്നു. അത് അവിടെ കിടന്ന് ചിലപ്പോൾ വേഗത്തിൽ മുളച്ച് പൊന്തിയേക്കാം, ചിലപ്പോൾ അത് ഡോർമെൻ്റായി അത് അടിയിൽ തന്നെ ഇങ്ങനെ അതിൻ്റെ ജൈവാംശം നഷ്ടപ്പെടാതെ കിടന്ന് പിന്നീടൊരവസരത്തിലായിരിക്കാം അത് മുളച്ച് വലുതാകുന്നത്. മഞ്ഞിനെ കുറിച്ചൊരു സംശയം. ഈ മഞ്ഞ് രൂപപരമായിട്ടും അന്തരീക്ഷപരമായിട്ടും വളരെയേറെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ഇപ്പോൾ ഏതാണ്ട് കവിതയുടെ ശില്പഘടന, കവിതയുടെ അടുത്ത് നിൽക്കുന്ന വാങ്മയം മഞ്ഞ് മാത്രമല്ല, കൂടല്ലൂരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷവും. ഇങ്ങനെ ഒരു ബീജം ഉണ്ടാവാൻ, ഇങ്ങനെയൊരു രചനാ രീതിയിലേക്ക് എത്താൻ എന്താണ് സാഹചര്യം ഉണ്ടായത്? ഞാൻ ഈ നൈനിറ്റാൾ പ്രദേശം, ഈ കുമയൂൺ കുന്നുകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതേപോലെ വേണമെങ്കിലൊരു പ്രോട്ടോടൈപ്പിനെ കണ്ടു എന്നൊക്കെ പറയാം എന്നല്ലാതെ അവിടെ കണ്ടുമുട്ടിയ ആരിൽ നിന്നും പെട്ടെന്നൊരു കഥ തോന്നിയതല്ല. പക്ഷേ എന്നെ ആകർഷിച്ചത് ഈ സ്ഥലം തന്നെയാണ്. ഞാൻ ഈ നൈനിറ്റാൾ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു സുഖവാസ കേന്ദ്രം, അവിടെ എത്തിപ്പെടുന്നത് ഈ സീസണൊന്നും അല്ലാത്തൊരു കാലത്താണ്. അപ്പോൾ ആ പ്രദേശമാണ്, അന്തരീക്ഷമാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളത്. ആ പ്രദേശം ഞാനവിടെ ചെന്ന് പെടുമ്പോൾ ആളുകൾ കമ്പിക്കാലിനൊക്കെ ചായം തേക്കുന്നു. അടുത്ത് വരാനൊരു സീസൺ വരാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ട് ഈ പ്രദേശം തയ്യാറെടുക്കുകയാണ്. ബോട്ടുകളിലൊക്കെ റിപ്പയർ നടക്കുന്നു, ഹോട്ടലുകാരൊക്കെ തയ്യാറാകുന്നു. അപ്പോൾ എന്തോന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, അടുത്തൊരു സീസണിന് വേണ്ടിയിട്ട് ഈ പ്രദേശം കാത്തിരിക്കുക. അതാണ് എന്നെ അതിൻ്റെ തുടക്കം. അല്ലാതെ ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയെന്നൊന്നും പറഞ്ഞോളെ. ഇപ്പോൾ വിമലയെ പോലത്തെ ഒരാളെ കണ്ടു, അവിടുന്ന് ഈ പ്രദേശമുണ്ടല്ലോ, ഇതാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കമ്പിക്കാലിനൊക്കെ ചായം തേച്ച് മുനിസിപ്പൽ വർക്കേഴ്സ് ഇരുന്ന് ചായം തേക്കുകയും, ഇപ്പോൾ ഒരു സഞ്ചാരിയുമില്ലെങ്കിലും അടുത്ത് തന്നെ സഞ്ചാരികൾ എത്തിച്ചേരുമെന്ന് വിചാരിച്ചിട്ട് ബോട്ടിൻ്റെ പരിസരത്തിൽ അതിനൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ട് ബോട്ട്മാൻമാർ കാത്തിരിക്കുകയും, എന്തിനോ ഒക്കെ ഒരു ഉത്സവാഘോഷം പോലെ ഒരു സീസണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രദേശമുണ്ടല്ലോ. അപ്പോൾ പിന്നീട് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ നൈനി ദേവി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനൊരു സങ്കല്പം ഉണ്ട്, കാത്തിരിക്കുന്ന ഒരു ദേവിയുടെ ഒരു ചിത്രമുണ്ട്. ഇത് പിന്നീട് കുറേ മാസങ്ങൾക്ക് ശേഷം മനസ്സിൽ വളർന്നിട്ട് അതൊരു സൃഷ്ടിയായിട്ട് മാറുകയാണ് ചെയ്തത്.
അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വിട്ട് നമ്മുടെ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടു പോകുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഇതിലൊരു കഥയുണ്ട് എന്ന് തോന്നുന്ന അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് എഴുതിയ കഥകളിൽ തന്നെ അമേരിക്കൻ പശ്ചാത്തലത്തിൽ അവിടെ എത്തിയപ്പോൾ, അമേരിക്കയിൽ അതിന് മുമ്പും 2-3 തവണ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരിക്കൽ പോയപ്പോൾ ഈ 92-ൽ പോയ സമയത്താണ് എനിക്ക് ഈ ഷെർലക് എന്ന് പറയുന്ന കഥ എഴുതാനുള്ളൊരു പ്രേരണയുണ്ടായത്. സിലോൺ ബാക്ക്ഗ്രൗണ്ടിൽ കടുകണ്ണാവ് എഴുതിയത്. അപ്പോൾ ഈ പ്രദേശം എവിടെ വിട്ടുപോയാലും ഏത് സ്ഥലത്തെത്തിയാലും എല്ലാറ്റിൽ നിന്നും നമുക്കൊരു കഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നോവൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ പ്രദേശത്തെ ഉപയോഗിച്ചുകൊണ്ടൊരു കഥ എഴുതിക്കളയാം എന്ന് വെച്ചിട്ട് അതിനൊരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ഇല്ല. പക്ഷെ എവിടെ നിന്നോ എന്തെങ്കിലും ഇതിലെന്തോ ഉണ്ട്, ഈ മനസ്സിൽ നമ്മെ സ്പർശിക്കുന്നു, നമുക്കുള്ളിൽ നിന്നൊരു തോന്നലുണ്ടാകുന്നു, ഇവിടെ ഇതിലൊരു ബീജമുണ്ട്, ഈ ശബ്ദത്തിൽ അല്ലെങ്കിൽ ഈ ദൃശ്യത്തിൽ, ഈ വ്യക്തിയിൽ നിന്ന് ആരംഭിച്ചാൽ എവിടെയോ എത്തിച്ചേരും എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ടാം ഊഴത്തിലെ കൂടല്ലൂരിലെ മനുഷ്യരല്ല, ഇതിഹാസത്തിലെ മനുഷ്യരാണ്. അപ്പോൾ ഇതിഹാസത്തിൽ നിന്ന് നമ്മൾ ഭീമനെ ഒരു വേർതിരിച്ചെടുത്ത് ഭീമൻ്റെ പാത്ര സൃഷ്ടി സ്വന്തമായ രീതിയിലൊന്ന് വ്യാഖ്യാനിച്ച് പുതിയൊരു രചനയാക്കാമെന്ന് ചെയ്തതാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇതിഹാസത്തിൽ നിന്നൊരു കഥാപാത്രത്തെ മാറ്റിയെടുത്ത് അദ്ദേഹത്തെ കൂടുതൽ വികസിപ്പിച്ച് തനതായ രീതിയിൽ ആവിഷ്കരിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ തമ്പുരാൻ്റെ ഭാരതം അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ രാജഗോപാലാചാരി എഴുതിയതും നമ്മൾ തന്നെ നമ്മുടെ ഭാഷയിൽ കിട്ടാവുന്ന സംക്ഷിപ്ത രൂപമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ സാക്ഷാൽ വ്യാസഭാരതം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു 76-77 കാലത്താണ് ഞാനിരുന്ന് ശരിക്ക് ശ്രദ്ധാപൂർവം വായിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ തർജ്ജമ, അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെയും ചില നല്ല തർജ്ജമകൾ കിട്ടി. ബംഗാളിയായ കിസരി മോഹൻ ഗാംഗുലി ശുദ്ധമായ ഇംഗ്ലീഷ് ഗദ്യത്തിലേക്ക്, കാവ്യാത്മകമായ ഗദ്യം എന്ന് പറയാവുന്ന ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതിൻ്റെ ചാരുതയോ കാവ്യഭംഗിയോ ഒന്നും നഷ്ടപ്പെടാത്ത നിലയിൽ എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു ഗ്രന്ഥമല്ല, അനേകം വോള്യങ്ങളുള്ള. അത് കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ M.M. ബഷീർ മുഖേന കടമെടുത്തതാണ്. ഇങ്ങനത്തെ ഇതൊക്കെ വായിച്ചപ്പോൾ പിന്നെ ഞാൻ കുംഭകോണം എഡിഷൻ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ കുറേ ഭാഗങ്ങൾ വായിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഇതിലൂടെ വീണ്ടും ഒന്ന് സഞ്ചരിക്കാനിടയായപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണെങ്കിലും ഇതിൽ പുതിയ വേറെ ഒരു കാണാത്തൊരു വശമുണ്ട്. അതിലൊരു നിന്ദിതൻ്റെ, ഒരു പീഡിതൻ്റെ ഒരംശമുണ്ട് എന്നെനിക്കൊരു തോന്നൽ. അത് ഞാനതിൻ്റെ ഒരു ആഫ്റ്റർ വേർഡ് പോലെ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് അഭിമന്യു മരിച്ചപ്പോൾ പടപ്പാളയത്തിലാകെ ദുഃഖം, അലമുറ, ഇളം പ്രായക്കാരനായ ഈ കുട്ടി മരിച്ചല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ദുഃഖിക്കുന്നു. സ്വാഭാവികമായിട്ടും ഭീമനും ദുഃഖിച്ചിട്ടുണ്ടാവും. ദുഃഖിച്ചു വലിയച്ഛൻ എന്നുള്ളതായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ഇത്തിരി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഘടോൽകചൻ മരിക്കുന്നത്. ഭീമൻ്റെ മകൻ, ഇടുമ്പിയിലുണ്ടായ മകൻ. സ്വാഭാവികമായിട്ടും അന്നും ആളുകൾ ദുഃഖിച്ചു. ധർമ്മപുത്രരൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, അയ്യോ നമ്മൾ പാണ്ഡവർ, ഈ സഹോദരന്മാർക്ക് ആദ്യമുണ്ടായ മകനാണ് അവൻ, എന്ത് കരുത്തനായ പോരാളി. ഘടോൽകചനെ മാതിരി യുദ്ധം ചെയ്തവരാരുമില്ല. അത്ര ഭയങ്കരമായ മായായുദ്ധവും. ഘടോൽകചൻ്റെ വരവ് തന്നെ അങ്ങനത്തെ ഒരു വരവാണ്. അനേകം ബോത്തുകളും തൻ്റെ സംഘത്തിന് മുഴുവൻ വയ്ക്കാനും തിന്നാനും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വേറൊരു ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് ഇത്ര ഗംഭീരമായിട്ട് ആരും യുദ്ധം ചെയ്തിട്ടില്ല. ഈ ഘടോൽകചൻ മരിച്ചു കഴിഞ്ഞിട്ട് ധർമ്മപുത്രർ വിലപിക്കാൻ തുടങ്ങുമ്പോൾ ശ്രീകൃഷ്ണൻ പറയുന്നു, എന്തിനു കരയുന്നു? രാക്ഷസനല്ലേ, നമ്മൾ ആഹ്ലാദിക്കല്ലേ വേണ്ടത് എന്ന് പറയുന്ന ഭാഗം ഭാരതത്തിലുണ്ട്.
ഇവിടുന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ തുടക്കം. സ്വാഭാവികമായിട്ടിത് പറയുമ്പോൾ അപ്പുറത്ത് ഈ അച്ഛൻ ഭീമൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ പല പല ഘട്ടങ്ങളിലും പലതും കണ്ടു. ഉദാഹരണം, നമ്മുടെ കഥകളിക്കാരൊക്കെ ഒരുപാട് വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത കല്യാണ സൗഗന്ധിയം. ഭീമൻ അവിടെ പോയിട്ട് കല്യാണ സൗഗന്ധിയം തേടിയിട്ട് മലമുകളിൽ പോയി കുബേരൻ്റെ ആശ്രിതന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് ഈ പൂവൊക്കെ കൊണ്ടുവരുന്ന ഇതിൻ്റെ ശേഷം ഈ പൂവും കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ദ്രൗപദിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കാണാതായ ഭീമനെ തിരഞ്ഞിട്ട് ധർമ്മപുത്രരും കൂട്ടരൊക്കെ വന്നിട്ട് ഉണ്ണി മേലിമായിരുത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു ശാസനം മാത്രമാണ്. ഈ പൂവ് കൊടുത്തുവോ? കഥകളിക്കാരൊക്കെ അത് വളരെ വിസ്തരിച്ചിട്ട് ഈ പൂവ് തലയിൽ ചൂടിക്കലും ഒക്കെ കാണി. ഈ പൂവ് ദ്രൗപദി ആക്സെപ്റ്റ് ചെയ്തോ, നന്ദി പറഞ്ഞോ, ഒന്നും നമ്മളതിൽ കാണുന്നില്ല. ആലോചിച്ചപ്പോൾ അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ അജ്ഞാതവാസത്തിന് പോയിരുന്ന ആയുധങ്ങൾ വിദ്യയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നേടാൻ പോയിട്ടുള്ള അർജുനൻ തിരിച്ചെത്തിയത്. അർജുനൻ തിരിച്ചെത്തിയത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ മാറ്റം വന്നിട്ടുണ്ടാവുക. അതേപോലെ അനേകം സന്ദർഭങ്ങൾ ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഈ യുദ്ധം ജയിച്ചത് നീയാണ് എന്ന് ജ്യേഷ്ഠൻ പറയുന്നു. ശത്രുക്കളെ മുഴുവൻ കൊന്ന ആളാണ് ജേതാവ്. ശത്രുക്കളെ ക്ഷത്രിയന്മാരുടെ ആചാരമനുസരിച്ച് നിയമമനുസരിച്ച് ആര് ശത്രുവിനെ തോൽപ്പിക്കുന്നു അവരാണ് ജേതാവ്. ജേതാവായാണ് എല്ലാ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ കൗരവന്മാരാണല്ലോ. എല്ലാ ശത്രുക്കളെയും ഭീമൻ തന്നെയാണ് തോൽപ്പിച്ചിട്ടുള്ളതും വധിച്ചിട്ടുള്ളത്. ധർമ്മപുത്രർ പറയുന്നുണ്ട്, നീയാണ് ജേതാവ്, ഈ യുദ്ധം ജയിച്ചത് നീയാണ്, അതുകൊണ്ട് ഈ രാജ്യം ഭരിക്കാൻ അർഹൻ നീയാണ് എന്ന് പറയുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ നമ്മൾ ധർമ്മപുത്രരുടെ തന്നെ കിരീടധാരണം. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എന്നെ വല്ലാതെ ഒരു ഡിസ്റ്റർബൻസ് പോലെ മനസ്സിൽപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ഭീമൻ്റെ സ്ഥിതി എന്തായിരുന്നു, അയാളുടെ മനസ്സിൽ കടന്നുകൊണ്ട് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അയാളിലൊരു കാമുകനുണ്ടായിരുന്നു, ഒരു ഭർത്താവുണ്ടായിരുന്നു, ഒരു അച്ഛനുണ്ടായിരുന്നു, വലിയൊരു യോദ്ധാവും ഉണ്ടായിരുന്നു. കാരണം ഭാരതയുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് ധൃതരാഷ്ട്രർ പറയുന്നുണ്ടല്ലോ, മറുപക്ഷത്ത് ഇന്ന ആളുകളുണ്ട് എന്നൊക്കെ ഓരോരുത്തരും വന്ന് റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഈ ഭീമൻ മറുവശത്തുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു യോദ്ധാവായിരുന്നു, അത്രയും വലിയ പോരാളിയായിരുന്നു. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ടോ നമ്മൾ കാലാകാലമായി പ്രചരിച്ച കഥകളിലൂടെ ഇത്രയും വലിയ ഒരു യോദ്ധാവിൻ്റെ ഒരു ചിത്രം നമ്മളുടെ മനസ്സിൽ, ഒരു തടിയൻ, പൊണ്ണത്തടിയൻ, കുറേ ശക്തിയുള്ളവൻ എന്നേ ഉള്ളൂ. അങ്ങനെ ആലോചിച്ചതിൻ്റെ ഫലമായിട്ടാണ് രണ്ടാം മുഴുവൻ ഉണ്ടായത്. ഇപ്പോൾ എല്ലാ കഥകളിലും നോവലുകളിലും കൂടല്ലൂരിൻ്റെ ഒരു അംശം ഉണ്ട് കഥാപാത്രങ്ങളിൽ, അന്തരീക്ഷത്തിൽ. ഈ കൂടല്ലൂർ MT കൂടല്ലൂരിൽ ജീവിച്ചിരുന്ന കാലത്തെ കൂടല്ലൂരല്ലല്ലോ ഇപ്പോൾ. അവിടെ മറ്റെല്ലാ ഗ്രാമങ്ങളും പോലെ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കഥകളിലും കൂടല്ലൂരില്ല. ഒരു 60-65% കഥകളിൽ കൂടല്ലൂരുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും സുപരിചിതമായ ലോകം, എനിക്ക് പരിചയമുള്ള എൻ്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ കൂടുതലുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഏതെഴുത്തുകാരനും അയാൾ വളർന്ന സാഹചര്യം, അയാളുടെ സ്വന്തം പ്രദേശം, അയാളുടെ ബാല്യത്തിലെ അനുഭവങ്ങൾ, ഇതൊക്കെ എപ്പോഴും മെറ്റീരിയലായിട്ട് മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെ മെറ്റീരിയലായി മാറിയിട്ടുണ്ട്. പിന്നെ ആ ഗ്രാമം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ പഴയുടെ ഇന്നത്തെ അവസ്ഥയെ പറ്റിയിട്ടൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതി പല വേദികളിലും പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ അവിടെയും ഈ നന്മകളാൽ സമൃദ്ധമായ ഒരു നാട്ടിൻപുറമൊന്നുമല്ല. ഈ മാനുഷികമായ എല്ലാ ദൗർബല്യങ്ങളും ക്രൂരതകളും ഈ ഗ്രാമപ്രദേശത്തിനുണ്ട്. അതിൻ്റെ തെളിവാണ് ഞാൻ വളരെ അടുത്ത കാലത്ത് എഴുതിയ ശിലാലിഖിതം എന്ന് പറയുന്ന കഥ. അപ്പോൾ അതുകൊണ്ട് ആ പ്രദേശത്തിന് വരുന്ന മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് മനുഷ്യനെവിടെയും സംഭവിക്കുന്ന മാറ്റമാണ്. അപ്പോൾ അതിലെനിക്ക് വിഷമം തോന്നാറുണ്ട്. വിഷമം തോന്നിയിട്ട് കാര്യമില്ല. അത് ഇപ്പോൾ ഈ
പ്രകൃതിയിൽ ഉള്ള കടന്നാക്രമണത്തെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാ ദിക്കിലും അത് കൂടല്ലൂരും അതിൻ്റെ ഷെയർ നിർവഹിക്കുന്നുണ്ട്. പുഴയെ നശിപ്പിക്കുന്ന കാര്യത്തിൽ, വയലുകൾ അപ്രത്യക്ഷമാകുന്ന കാര്യത്തിൽ, പിന്നെ ആളുകളുടെ മനസ്ഥിതിയിൽ വരുന്ന മാറ്റം, ഇതൊക്കെ ഈ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ കുറേ കഴിയുമ്പോഴേക്ക് അത് നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ ചില രചനകളിൽ അതൊക്കെ പ്രത്യക്ഷപ്പെടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ കഥ. ഇപ്പോൾ ആദ്യത്തെ ഒരു കഥ, രക്തം പുരണ്ട മൺതരികൾ, ആ കഥയിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കഥാപാത്രമുണ്ട്. പിന്നീടുള്ള രചനകളിൽ അങ്ങനെ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ ഈ രാഷ്ട്രീയത്തോടുള്ള ഈ ഒരു രാഷ്ട്രീയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കഥകൾ MTയിൽ നിന്നുണ്ടാവാത്തതിന് കാരണം എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ രചനാ സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഞാൻ പലപ്പോഴും കഥാപാത്രങ്ങളുടെ ആന്തര ലോകങ്ങളിലൂടെ സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ എനിക്ക് വളരെ സുപരിചിതമായ പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് എൻ്റെ ഗ്രാമപ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അകലെ നിൽക്കുന്ന എനിക്ക് ആരാധന തോന്നിയിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവരുമായിട്ട് വളരെ അടുത്ത് ഇടപഴകാനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. എങ്കിൽ മാത്രമേ ഞാൻ അവരുടെ ഈ ആന്തരലോകം വിശകലനം ചെയ്യാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കണം ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ അധികം ഉപയോഗപ്പെടുത്താറ്. മലയാള കഥയുടെ ഇന്നത്തെ അവസ്ഥ, മലയാള കഥ എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ, നോവൽ കഥ, ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാൻ? ഈ ജീവിതം മാറുന്നതിനനുസരിച്ച് ഈ കഥയുടെ അല്ലെങ്കിൽ നോവലിൻ്റെ ഒക്കെ സങ്കേതങ്ങളും മാറും. അപ്പോൾ എഴുത്തുകാരുടെ സമീപനത്തിലും മാറ്റം വരും. അപ്പോൾ അതാണ് തകഴിയെപ്പോലെ, SK പോലെ ഒക്കെ, ഉറൂബിനെ പോലെ അതിന്ന് അവരെഴുതിയിരുന്ന രീതി ഒന്ന്, അതിന്ന് അല്പം വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് ഞാനൊക്കെ എഴുതിയത്. ഇന്നത്തെ എഴുത്തുകാർ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസപ്പെട്ടുകൊണ്ട് എഴുതുന്നു. അപ്പോൾ ആദിമധ്യാന്തങ്ങളുള്ള കഥകളോ നോവലുകളോ ഇന്ന് പ്രസക്തമല്ലാതെ കൂടിയായിത്തീർന്നു. കാരണം ജീവിതത്തിലെ ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, ജീവിതം അത്ര സങ്കീർണമായതുകൊണ്ട് ആ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ സങ്കീർണങ്ങളായ രൂപങ്ങൾ അവലംബിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എഴുത്തുകാർ ഭാഷയിൽ, പ്രതിപാദന രീതിയിൽ ഒക്കെ വളരെ സങ്കീർണമായ ചില, വളരെ റിയാലിസ്റ്റിക്കായിട്ടുള്ള പഴയ കഥകളിൽ നിന്ന് വിട്ടുകൊണ്ട് റിയലിസം അല്പം മാറ്റി നിർത്തിയിട്ടുള്ള രചനകൾ ധാരാളം പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ്. അവർ ചെയ്യുന്നത് തെറ്റല്ല. കാരണം അവർ ഈ നേരത്തെ പറഞ്ഞ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, ജീവിതത്തിൻ്റെ തിക്തതകൾ, കവിതയിൽ ഈ മാറ്റം നമ്മൾ കാണുന്നു, കഥയിൽ ഈ മാറ്റം കാണുന്നു. അപ്പോൾ കവിത പരുഷമായി തീരുന്നു. കാരണം യാഥാർത്ഥ്യങ്ങൾ അത്ര പരുഷമാണ്. ഇപ്പോൾ ജീവിതത്തിൻ്റെ മാധുര്യത്തെ പറ്റിയിട്ട് ഓർക്കാനല്ല നമുക്ക് സമയമുള്ളത്, ജീവിതത്തിൻ്റെ പാരുഷ്യങ്ങളെപ്പറ്റി, കയ്പുകളെപ്പറ്റി ഓർക്കാനാണ് നമുക്ക് കൂടുതലായിട്ട് പ്രേരണ തോന്നുന്നത്. ആ മാറ്റം ഫിക്ഷനിലും കഥയിലും നോവലിലും ഒക്കെ തന്നെ കാണും. പിന്നെ ഒന്ന് എന്ന് വെച്ചാൽ, ഈ വീട് വയ്ക്കുന്നത് പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ്, കൃത്യമായ അളവുകളുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത് വീടുണ്ടാക്കാം. ലോകത്തിൽ പല ഭാഗത്തും അതാണല്ലോ. രചനയെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കില്ല. അങ്ങനെ ശ്രമിക്കുന്നതും തെറ്റ്. കാരണം നമ്മളതുകൊണ്ട് സാധ്യതകൾ നഷ്ടപ്പെടുത്തുക. അനന്തമായ സാധ്യതകളുണ്ട്. ഇപ്പോൾ നോവലിൻ്റെ ഫോമിൽ, കഥയുടെ ഫോമിൽ ഒക്കെ അനന്തമായ സാധ്യതകളുണ്ട്. അപ്പോൾ ചിട്ടപ്പെടുത്തിയ ഒരു ഫോം ആദ്യം തന്നെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അതിനെ സമീപിച്ചാൽ ഈ സാധ്യതകൾ നഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ടാണ് പുതിയ എഴുത്തുകാർ നോവലെഴുതുമ്പോൾ ഈ ആദിമധ്യാന്തം എന്നുള്ളത് പാലിക്കാതെ, ഈ അതേപോലെ തന്നെ യാഥാസത്യത്തിൻ്റെ മേഖലയിൽ നിന്ന് അകന്നുകൊണ്ട് എഴുതാൻ ശ്രമിക്കുന്നു. അതിന് ഉചിതമായ, അതിന് യോജിക്കുന്ന, ഇണങ്ങുന്ന ഒരു ശൈലിയും അവർ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. പുതിയ പുതിയ വാക്കുകൾ പുതിയ പുതിയ രീതിയിൽ വിളക്കിച്ചേർത്ത് പുതിയ അർത്ഥതലങ്ങൾ കവികളുണ്ടാക്കുന്നത് പോലെ തന്നെ, പുതിയ കവികളുണ്ടാക്കുന്നത് പോലെ തന്നെ പുതിയ കഥാകാരന്മാരും പുതിയ നോവലിസ്റ്റുകളും ഉണ്ടാക്കുന്നു.
ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക വശത്തേക്കാണ് എം ടിയുടെ കൃതികൾ നോക്കുന്നത്. അതായത് കഥാപാത്രങ്ങളുടെ ദൈന്യം, വേദന, ജീവിതത്തിൻ്റെ കയ്പ്, അങ്ങനെ വളരെ തിക്തമായ അനുഭവങ്ങൾ, വളരെ ആഹ്ലാദം, വളരെ ഉത്സവാന്തരീക്ഷങ്ങൾ, ഇതൊന്നും പല കൃതികളിലും ഇല്ല എന്ന് തന്നെ പറയാം. വളരെയേറെ ആഹ്ലാദിക്കുന്ന കഥാപാത്രങ്ങളോ സന്ദർഭങ്ങളോ ഇല്ല. എല്ലാ കഥാപാത്രങ്ങളിലും ഒരു ദുഃഖത്തിൻ്റെ ഛായയുണ്ട്, ഒരു കൈപ്പുറ്റ അനുഭവത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഇത് സവിശേഷമായൊരു ജീവിത ദർശനത്തിൻ്റെ ചൂണ്ടുവിരലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയാം? ഈ നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ സാക്ഷികളാണ്. ശരാശരി മനുഷ്യനും സാക്ഷിയാണ്, എഴുത്തുകാരനും കലാകാരനും സാക്ഷികളാണ്. ശരാശരി മനുഷ്യനേക്കാൾ എഴുത്തുകാരനും കലാകാരനും ഒക്കെ കൂടുതൽ പ്രതികരിക്കുന്നവർ. മറ്റവർക്ക് പ്രതികരണം ഇല്ല എന്നല്ല, മറ്റവരുടെ പ്രതികരണം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് മറ്റൊരു കാര്യം വരുമ്പോഴേക്ക് മാഞ്ഞു പോയേക്കാം. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ അസ്വസ്ഥമാക്കുന്ന ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എന്നും അയാളിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു അസ്വസ്ഥതയായി അവശേഷിക്കുന്നു. അപ്പോൾ കലാകാരൻ്റെ ഒരു മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ടാവുക, എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ആ ചോദ്യങ്ങൾ സമൂഹത്തിനോടായിരിക്കാം, ലോകത്തിനോടായിരിക്കാം, തൻ്റെ അയൽക്കാരനോടായിരിക്കാം, തൻ്റെ സ്വന്തം മനസ്സിനോടായിരിക്കാം, പ്രകൃതിയോടായിരിക്കാം, ഈശ്വരനോടായിരിക്കാം. ഈ ചോദ്യങ്ങൾ ചിലത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ തൻ്റെ ഈ മീഡിയത്തെ, തൻ്റെ ഇപ്പോൾ കഥയായാലും കവിതയായാലും തൻ്റെ ആ മീഡിയത്തെ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അയാൾക്ക് കൃത്യമായ ഒരു മറുപടിയോ ഉത്തരമോ ഒന്നും കിട്ടുകയില്ല. അയാൾ വെറും സാക്ഷി മാത്രമല്ലതാണ്. അയാൾ സാക്ഷ്യം വഹിക്കുന്ന ഈ സംഭവങ്ങളുടെ പല പല തലങ്ങളെപ്പറ്റി എന്നും മനസ്സിൽ അയാളുടെ ഉള്ളിൽ ചില ചിന്തകൾ രൂപം കൊള്ളുന്നു. അതാണ്. പക്ഷെ ആത്യന്തികമായിട്ട് ഇതൊക്കെയാണെങ്കിലും ഈ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും അയാൾ ബാധ്യസ്ഥനാണ്. ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ വിഹ്വലത, ഏകാകിയുടെ ദുഃഖം, ഇതൊക്കെ അതേ ഒറ്റപ്പെട്ട മനുഷ്യൻ ഒരു കൂട്ടമായി ചേരുമ്പോൾ ചിലപ്പോൾ വേറൊരു ഒറ്റപ്പെട്ടവനെ എന്നോട് ക്രൂരമായി പെരുമാറി എന്നും വരാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ പല പല സമസ്യകളെ പറ്റിയിട്ട് അർത്ഥം കിട്ടാത്ത പല പല ചോദ്യങ്ങളെ പറ്റിയിട്ട് എന്നും അയാൾ വേവലാതിപ്പെടുന്നു. ഇതൊക്കെ ആണെങ്കിലും മനുഷ്യൻ്റെ ആത്യന്തിക നന്മയിൽ അയാൾക്കൊരു വിശ്വാസമുണ്ട്. ഏത് കൊടുംക്രൂരനായ മനുഷ്യനും അങ്ങനെയൊന്നുമില്ല. ഏതോ ചില നിമിഷങ്ങളിൽ അയാൾ കൊടുംക്രൂരനാകുന്നു, ഏതോ ചില നിമിഷങ്ങളിൽ അയാൾ മഹാപാതകങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആത്യന്തികമായി അവനിൽ ഈ ഒരു നന്മയുടെ ഒരു അംശമുണ്ട്. ഈ അനേകം ജീവിതത്തിൻ്റെ കയ്പുകളുടെ നടുവിൽ എവിടെയോ ഒരു മാധുര്യമുണ്ട് എന്നൊരു തോന്നൽ, അതന്വേഷിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമ്മളുടെ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് പല ചോദ്യങ്ങൾക്കും മറുപടിയില്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇതിനോട് സമരസപ്പെട്ടു പോകാൻ സാധിക്കുന്നത് ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇയാളുടെ മാത്രം പ്രശ്നമല്ല. ലോകത്തിൻ്റെ പല കാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ മനുഷ്യൻ പലയിടത്തും അനുഭവിച്ച കടന്നുപോയിട്ടുള്ള ചില സന്ധികളാണ് ഇതൊക്കെ എന്നതിൻ്റെ പേരിൽ ഒരു താത്വികമായി ഇതിനെ കാണാൻ കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് സാധിക്കും. ഇപ്പോൾ എല്ലാ കൃതികളിലും ഒരു വളരെ ഒളിഞ്ഞു കിടക്കുന്നൊരു കഥാപാത്രമായിട്ട് കാലം ഉണ്ട്. വളരെ പ്രത്യക്ഷമായിട്ട് വരുന്നില്ല എങ്കിൽ പോലും ഒരു നിശബ്ദമായ സാന്നിധ്യം, ഒരു പ്രത്യേകമായൊരു കാലസങ്കല്പം. ഇപ്പോൾ വിമർശകരൊക്കെ സമയതീരങ്ങളുടെ സംഗീതം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലസങ്കല്പത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ കാലം നമ്മളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. നമുക്ക് മനസ്സിന് പല തലങ്ങളുണ്ട്. നമുക്ക് ബോധതലമുണ്ട്, അബോധതലമുണ്ട്, പൂർവ്വബോധതലമുണ്ട്. അതേപോലെ തന്നെയാണ് കാലം എന്ന് പറയുന്നത്. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നിമിഷം മാത്രമല്ല. ഈ കാലത്തിൻ്റെ ഒരു മഹാപ്രവാഹത്തിൻ്റെ എന്നോട് ബന്ധപ്പെടുത്തിയിട്ടും ഈ നിമിഷം നിൽക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു രചനയുടെ സംബന്ധിച്ചെടുക്കുമ്പോൾ
കാലത്തെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഭൂതവും ഭാവിയും തമ്മിൽ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഭാവിയെ പറ്റി നമുക്കൊരു ധാരണയുണ്ടാകാൻ നമ്മൾ വർത്തമാനത്തെ അറിയണം. വർത്തമാനത്തെപ്പറ്റി ഒരു ധാരണയുണ്ടാകാൻ നമ്മളുടെ ഭൂതത്തെ അറിയണം. ചിലപ്പോൾ ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സ് ചിലപ്പോൾ വളരെ വേഗത്തിൽ മുമ്പോട്ട് സഞ്ചരിക്കും, അതേ നിമിഷത്തിൽ തന്നെ അവിടെ നിന്ന് അത് പുറകോട്ടും സഞ്ചരിക്കും. അപ്പോൾ കാലം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകം. തൻ്റെ കാലഘട്ടത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തൻ്റെ കാലഘട്ടത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചാലേ തൻ്റെ കാലഘട്ടത്തിലെ മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് ജീവിതത്തിൻ്റെ പല ദുരൂഹതകളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തെ കൂടുതൽ ഒന്ന് അടുത്തറിയാൻ, അപഗ്രഥിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആ നിലയ്ക്ക് കാലം ഒരു പ്രധാനപ്പെട്ട ഘടകം. പുതിയ ജനറേഷൻ, പുതിയ തലമുറ വരുമ്പോൾ അവർ സാധാരണയായിട്ട് ഈ പുതിയ മാധ്യമത്തിനാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വളരെയേറെ നിറം ചേർന്ന ദൃശ്യങ്ങൾ, അതേസമയത്ത് നിറം അത്രയൊന്നും ഇല്ലാത്ത മൂല്യങ്ങൾ, ഇതാണ് ഇതിലൂടെ വിക്ഷേപിക്കപ്പെടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് സാംസ്കാരികമായിട്ട് പ്രതിരോധിക്കാൻ പറ്റുക? ഇപ്പോൾ നമുക്കിതിനെ തടയാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സാറ്റലൈറ്റ് മുഖേന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസാരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിതിപ്പോൾ തടയാനൊന്നും പറ്റുകയില്ലല്ലോ. പക്ഷെ അത് വേറെ, പുസ്തകങ്ങളുടെ ലോകം വേറെ. ഇത് രണ്ടും നമ്മൾ മറ്റേതിനോട് കമ്പീറ്റ് ചെയ്യല്ല. ഇതിൽ നിന്ന് കിട്ടുന്നത് ഇതിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. ഇതിൽ നിന്ന് മറ്റേതിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് ചിലത് കിട്ടും എന്നുള്ള തോന്നൽ ഈ ഇളം തലമുറയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏതാണ്ട് 4 ദശകങ്ങൾ നീണ്ടുനിന്ന ഒരു സാഹിത്യ ജീവിതം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് ധാരാളം കഥകൾ പറഞ്ഞു. ഇനിയിപ്പോൾ 2 പുസ്തകങ്ങൾ എഴുതാനിരിക്കുന്നു. അപ്പോൾ ഇത്രയും കൊണ്ട് പറയാനുള്ളത് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? അല്ല സാഹിത്യ ജീവിതത്തിൽ സംതൃപ്തനാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ സംതൃപ്തി എന്ന് പറയുന്നത് എപ്പോഴും വളരെ അകലത്ത് നിൽക്കുന്ന ഒന്നാണ്. കാരണം ബാക്കി തൊഴിലുകൾ പോലെയല്ല. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഈ പരിപൂർണത, പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈ സാഹിത്യം, കല തുടങ്ങിയ കാര്യങ്ങളിലില്ല. എന്നും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യമായ, അപ്രാപ്യമെന്ന് വിശ്വസിക്കുന്ന ഈ പൂർണ്ണതയുടെ ആ ചക്രവാളത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു എന്നും അങ്ങോട്ട് അവിടേക്ക് എത്തണം എന്ന് വെച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ മനസ്സിൽ തോന്നിയത് ഈ 2 കഥകളാണ്. ഇനിയും കഥകളുണ്ടാവാം. നമ്മളുടെ ജീവിതം ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചലനാത്മകമാണ്. അപ്പോൾ ആ ജീവിതത്തിൻ്റെ സാക്ഷിയായിട്ടുള്ള എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ അന്വേഷണ മേഖലകൾ, പുതിയ പുതിയ ചിന്താധാരകൾ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലുള്ള 2 കൃതികൾ ഇത്. ഇനി കൂടുതൽ വരില്ല എന്നുള്ളത് യാതൊരു നിയമവുമില്ല. മാത്രമല്ല പിന്നെ ഈ ജീവിതത്തിൻ്റെ അനന്തമായ ഒരു വൈചിത്ര്യമുള്ളതുപോലെ കഥകളും അവസാനിക്കുകയില്ല. കഥകളെന്നും പുതിയ പുതിയ കഥകളുണ്ടാകും. കഥ എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെയല്ല. അപ്പോൾ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമ്മൾ കഥകൾ കയറി വരുന്നു, കഥകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ പുതിയ ജീവിതസന്ധിയും ഓരോ പുതിയ കഥയുടെ ബീജമായി, അതിന് തുടക്കമായി നമുക്ക് അനുഭവപ്പെടാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.